ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ചിങ്ങമാസം 31 തീയതി, അതായത് 2016 സെപ്റ്റംബർ മാസം 16 ഇന്ന് വെള്ളിയാഴ്ചയാണ്. നക്ഷത്രം 3 നാഴിക ചതയവും ബാക്കി പൂരുരുട്ടാതിയുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ഡിയർ ശർമാജി, ഞാൻ പലതവണയായി എഴുത്തെഴുതുന്നത്. ഇതെങ്കിലും ദയവായി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ മകൻ്റെ ഭാവികാര്യം അറിയുവാനാണ് കത്തെഴുതുന്നത്. മകൻ ബിടെക് കഴിഞ്ഞ് എഞ്ചിനീയറായി വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. വിവാഹം ഇതുവരെയും നടന്നില്ല. കുറിപ്പ് ഇതിൽ വച്ചിട്ടുണ്ട്. ഇപ്പോൾ എടുക്കുന്ന ജോലി നല്ലത് തന്നെയാണ്, എന്നാലും അവിടുന്ന് വേറെ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. അത് സാധിക്കുമോ? എല്ലാം വിശദമായി പറഞ്ഞു തരണേ. ദയവായി പേര് വെളിപ്പെടുത്തരുത് എന്ന അമ്മ. പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വെളിപ്പെടുത്താൻ നിവൃത്തിയില്ല. പക്ഷേ കത്തുകൾ അയക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ഗ്രഹനിലയും ഗർഭശിഷ്ട ദശ എന്നൊരു ദശയും കൂടിയുണ്ട്. അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും സമയവും മാത്രം വെച്ചാൽ മതി. ഈ കത്തിലും ഗർഭശിഷ്ട ദശ ഇല്ല, ഭരണി നക്ഷത്രം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും മേടലഗ്നം, ലഗ്നത്തിൽ ചന്ദ്രൻ, സൂര്യൻ, ചൊവ്വ എന്ന ഗ്രഹവും വിവാഹസ്ഥാനത്ത് ശനി എന്ന പാപഗ്രഹവും നിൽക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ശാരീരിക നിലകൾ, വിദ്യാഭ്യാസം, ഉദ്യോഗലബ്ധി ഇവയ്ക്ക് അനുസരണമായിട്ടും ഗ്രഹനിലയിലെ 7-ൽ ശനിയുള്ള ജാതകവും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട്. എന്നാൽ 2017 ആഗസ്റ്റ് മാസം മുതൽ ഈ രാശിക്കാർക്ക് വിവാഹസ്ഥാനത്തേക്ക് വ്യാജഗ്രഹം സഞ്ചരിക്കുന്നതാണ്. കോമണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 7-ാം ഭാവത്തിലേക്ക് ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്ന 2017 ആഗസ്റ്റ് മാസം മുതൽ അവിവാഹിതർക്കും വിവാഹം ആലോചിച്ച് വളരെ കാലമായി തടസ്സപ്പെട്ടു നിൽക്കുന്ന യുവതികൾക്കും യുവാക്കൾക്കും മംഗല്യഭാഗ്യമുണ്ടാകാനുള്ള യോഗമാണ് മേടരാശിക്കാർക്ക്. ഇപ്പോൾ അവർക്ക് അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ്. വെച്ചു നീട്ടും മംഗല്യം, വെച്ചു നീട്ടും ഭാഗ്യങ്ങൾ, വെച്ചു നീട്ടും നന്മകൾ തട്ടി മാറ്റപ്പെടും എന്നാണ്. അഷ്ടമത്തിൽ ശനി തൊട്ടാൽ, അതായത് ജനിച്ച രാശിയുടെ 8-ാം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലവും ജനിച്ച രാശിയുടെ 7-ാം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലവും ജാതകത്തിൽ അല്പസ്വല്പം പാപദോഷങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ കാലഘട്ടത്തിൽ വിവാഹം ഉറപ്പിച്ചു വെച്ചാൽ പോലും വിവാഹം നടക്കണമെന്നില്ല, സ്ലിപ്പ് ചെയ്തു പോകും. ഇദ്ദേഹത്തിന് അമ്മയുടെ മകന് ഇപ്പോൾ വിവാഹം നടക്കാതിരുന്നത് വളരെ നന്നായി എന്നാണ് കാണുന്നത്. കാരണം മേടരാശിയിൽ പെട്ടവർക്ക് ഇപ്പോൾ വിവാഹ കാലഘട്ടം അല്ല. പോരാത്തതിന് ഈ ഗ്രഹനിലയിൽ 7-ൽ ശനി എന്ന് പറയുന്ന പാപദോഷവും ലഗ്നത്തിൽ ചൊവ്വയും സൂര്യനും കൂടി നിൽക്കുന്ന ദോഷവും കൂടിയുണ്ട്. അതായത് വിവാഹത്തിന് തടസ്സം, കാലതാമസം എന്നിവ വരുന്നു എന്നാണ് അതിൻ്റെ സൂചന. സൂര്യനെയും അതുപോലെ തന്നെ ശനിയെയും പ്രസാദിപ്പിക്കുക. ഞായറാഴ്ച ദിവസം ശിവക്ഷേത്രത്തിങ്കൽ കൂവളമാല ചാർത്തുകയും ജലാഭിഷേകം നടത്തുകയും ശനിയാഴ്ച ദിവസം ശാസ്താവൻ നെയ്വിളക്ക് കത്തിക്കുകയും ചെയ്തു വരികയും ചെയ്യുക. കൂടാതെ തന്നെ പേരും നക്ഷത്രവും ചേർത്ത് സ്വയംവരം എന്ന് പറയുന്ന കർമ്മമോ അല്ലെങ്കിൽ ത്രിപുരസുന്ദരി എന്ന് പറയുന്ന കർമ്മമോ ഒരു 8 ദിവസം ചെയ്ത് സ്വയംവര യന്ത്രം ധരിക്കുക. കഴിവതും 2017 ആഗസ്റ്റ് മാസം മുതൽ ഈ രാശിക്കാർക്ക് കല്യാണ യോഗം ഉണ്ട്. നമ്മൾ സ്വയംവര പുഷ്പാർച്ചനയ്ക്കോ സ്വയംവര പൂജകൾക്കോ ഒക്കെ ആയിട്ട് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പലപ്പോഴും ഈ മന്ത്രങ്ങൾ തന്നെ ആയിരിക്കണം എന്നില്ല. എന്തെങ്കിലുമൊക്കെ മന്ത്രങ്ങൾ ചെയ്ത് പ്രസാദങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇത് ചെയ്യാതെ എന്തെങ്കിലും നാമമാത്രമായിട്ടുള്ള ഏതെങ്കിലും മൂലമന്ത്രങ്ങളൊക്കെ ചൊല്ലി 8 ദിവസം എന്നുള്ള ഒരു ദിവസമൊക്കെ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ആയതിനാൽ ഇത് നമുക്ക് ജനകീയമായിട്ട് ഈ മന്ത്രോച്ചാരണങ്ങൾ നമുക്ക് ആർക്കും അഭ്യസിക്കാം. അത് സസ്യാഹാരത്തോടു കൂടി കഴിയുന്നവർക്കാണ് കൂടുതൽ അതിന് യോജിച്ചത്. അതുകൊണ്ട് കൂടുതൽ ഫലസിദ്ധി വരുന്നത്. അതുപോലെ പ്രഭാതത്തിൽ ചെല്ലുന്നത് നന്നായിരിക്കും, വെറും വയറ്റിൽ ചെല്ലുന്നത് നന്നായിരിക്കും. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകലസ്ഥാവരജംഗമസ്യ മുഖഹൃദയം മമ വശമാകർഷയ സ്വാഹ. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി
യോഗഭയങ്കരി സകല സ്ഥാവരജംഗമസ്യ മുഖഹൃദയം മമ വശമാകർഷയാകർഷയ സ്വാഹ. വരുന്ന വർഷം ഇതേ സമയം വിവാഹ നിശ്ചയമോ വിവാഹമോ ആയിരിക്കും. ജോലി സംബന്ധമായി പ്രമോഷൻ, അല്ലെങ്കിൽ വേറെ കമ്പനി ജോലി, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഇത്യാദികൾ, പേര നന്നാക്കാനോ വണ്ടി വാങ്ങാനോ അല്ലെ പുതുക്കാനോ അല്ലെ അധീനതയെ വരുത്തുവാനോ ഉള്ള യോഗവും തെളിയുന്നു. ഏതായാലും ഇത്രയും കാത്തിരുന്ന സ്ഥിതിക്ക് വരുന്ന വർഷം ഇതേ സമയം വരെ കാത്തിരിക്കുക. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം.